ഹലോ മച്ചന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലിവർ വർക്കാണ് കേട്ടോ. പോസ്റ്റില്ലാണ്ട് ഒരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ വെൽഡ് ചെയ്തിട്ട്, അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രസ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിഷ്യനേട്ടാ. അപ്പോൾ എല്ലാം കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡ്രസ്സ് ഫുൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനപ്പോൾ താഴത്ത് ഡ്രസ്സ് പിടിപ്പിക്കാനുള്ള പട്ടയൊക്കെ തുളക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് മുകളിൽ നടക്കണമെന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കിയതാണ്. അപ്പോൾ മച്ചാൻ അവിടെ ഇരുന്ന് വെൽഡിങ്ങും ചിപ്പിങ്ങൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വെക്കാനുള്ള പട്ട ഹോൾ ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഹാൻഡ് ലിവർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ സൈറ്റിലെ കോൺക്രീറ്റൊക്കെ സ്ട്രോങ് ആണോ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഹാൻഡ് ലിവർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം ആങ്കർ ബോൾട്ട് അതിൽ നിന്ന് പറഞ്ഞൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോൺക്രീറ്റ് ഇത്തിരി അധികം കനവുമില്ല, ഭയങ്കര ലൂസ് ടൈപ്പും വേണം. അപ്പോൾ നമ്മൾ താഴേന്ന് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് 6 അടിയോളം ഹാൻഡിലിവറായിട്ട് നിൽക്കണതാണ്. അപ്പോൾ താഴേന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ മുകളിൽ നിന്നാണ് കൊടുക്കണത് ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട്. ഇതാകുമ്പോൾ പിടുത്തവും ഉണ്ടാവും. ഇപ്പോൾ ആ ഒരു കോൺക്രീറ്റിൽ നേരെ സിറ്റിങ്ങുമായിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടിയും ബലം കിട്ടും. അപ്പോൾ അതായത് നമ്മൾ മുകളിൽ നിന്നാണ് കൊടുക്കണത്, താഴെ നിന്ന് കൊടുക്കണില്ല. അപ്പോൾ ഷീറ്റെല്ലാം കട്ട് ചെയ്തിടേണ്ടി വരും. അപ്പോൾ ഷീറ്റിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് നമ്മൾ പഫ് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അതിൽ കൂടി ആ എഡ്ജിൽ കൂടി വെള്ളം ഇറങ്ങും. ചെറിയ മഴയത്തൊന്നും ഇറങ്ങില്ല, വലിയൊക്കെ മഴയൊക്കെ വരികയാണെങ്കിൽ അതിൽ കൂടി വെള്ളം ഇറങ്ങാൻ ചാൻസ് ഫുള്ളാണ്. അപ്പോൾ പ്ലേറ്റൊക്കെ എല്ലാം പിടിപ്പിച്ചിട്ടാണ് ഹോളൊക്കെ അടിച്ച് വെച്ച്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ലിവറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സ് പരമാവധി അടുപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 4 അടി, മാക്സിമം 4 അടി, അതിൻ്റെ ഉള്ളിൽ 3 അടി 3.5 അടിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മളിവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ 3.5 അടിക്കാണ് ഡ്രസ്സ് കൊടുക്കുന്നത്. 3.5 അടി ഗ്യാപ്പിൽ ഒരു ഡ്രസ്സാണ് കൊടുക്കുന്നത്. ഉണ്ട്. അപ്പോൾ ഇതേപോലെ വരും, ഇങ്ങനെ വന്നത് ഡ്രസ്സ്. നമ്മൾ നേരെ ഇപ്പോൾ അയലുപോലെ നമ്മൾ താഴത്തുനിന്നും കൊടുക്കുക. പക്ഷേ അത് കോൺക്രീറ്റിൻ്റെയൊക്കെ ഉറപ്പൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ എല്ലായിടത്തും ചെന്ന് അങ്ങനെ താഴെ കൂടി കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും സാധനം താഴെ കിടക്കും. അപ്പോൾ മഴ തുടങ്ങി. ഇതാ ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരു പാട്. എവിടെ ചെന്നാലും മഴയാണ്. ഇന്ന് നമ്മളുടെ പുറകെ നടക്കണ പോലെയാണ് മഴ. ഇപ്പം സാധനങ്ങളൊക്കെ ഒതുക്കി കയറാനുള്ള മൂഡിൽ നിൽക്കുകയാണ്. മഴ കൂടി അങ്ങനെ നല്ല മഴയായി. അപ്പോൾ നമ്മളവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കയറി ഇരിക്കുകയാണ് നമ്മൾ. മഴ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ 12:30 ആയിപ്പോൾ, ഉച്ച സമയമായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ടാ. പിറ്റേ ദിവസം വന്നേക്കാണ് കാലത്തെ തന്നെ. അന്ന് പണിയൊന്നും നടന്നില്ല. പിറ്റേ ദിവസം വന്ന് നമ്മൾ ഡ്രസ്സെല്ലാം അടിച്ച് വെച്ചിട്ടല്ല, ഡ്രസ്സ് അടിച്ച് കഴിഞ്ഞ് എല്ലാം പിടിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇനി പർലിങ് അടിക്കാൻ മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ എല്ലാ ഡ്രസ്സും വെൽഡിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി പർലിങ് അടിയാണ്. ഇനി എന്താ ഇങ്ങനെയുണ്ട്, നമ്മൾ അടുപ്പിച്ച് 3.5 അടിക്കാണ് നമ്മൾ ഡ്രസ്സ് കൊടുത്താക്കണത്. അതാകുമ്പോൾ നല്ല ബലമായിരിക്കുള്ളൂ, പിടുത്തം കൂടുതൽ കിട്ടും. ക്യാൻഡിലിവർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് അകത്തി വെക്കരുത്. കണ്ടോ, പർലിങ് അടിക്കാണ്ട് നമുക്ക് ഇങ്ങനെ കയറി ഇരിക്കുക. നമ്മൾ താഴെ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടില്ല, ഇത്രയും ബലം കിട്ടില്ല. ഇത് ഞാനിപ്പോൾ ഒരു 55-60 കിലോ ഉണ്ട്. 55-60 ഇടയില്ല നമ്മൾ കയറി വന്നിട്ടും അതിന് ഒരു ഡ്രസ്സുമ്പോൾ കയറി വന്നിട്ടാണത്. പർലിങ് അടിച്ചിട്ടേ ഇല്ല ഇപ്പോൾ. അപ്പോൾ നല്ല സ്ട്രോങ് ആ സാധനം. അപ്പോൾ മുകളിൽ നിന്ന് കൊടുത്താലാണ്, താഴെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും ബലം കിട്ടില്ല. അപ്പോൾ പർലിങ് അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പർലിങ്ങേ വന്നുള്ളൂ. 6 അടി ഷീറ്റാണ് ഇടുന്നത്. നമ്മൾ 5 അടിക്കാണ് ഇത് വെച്ചേക്കണം ഡ്രസ്സ്. അപ്പോൾ ഷീറ്റ് ഒരു 8 ഇഞ്ചോളം കോൺക്രീറ്റിൻ്റെ അടിയിലോട്ട് കയറി നിൽക്കും, വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ 5 അടിക്കാണ് അപ്പോൾ ഡ്രസ്സിൻ്റെ നീളോട്ട് ടോട്ടലി. അപ്പോൾ 2.5 അടിക്ക് നോർമൽ നമ്മൾ കൊടുക്കണ രീതിക്ക് ഗ്യാപ്പിനാണ് പർലിങ്ങിൽ നമ്മൾ കൊടുത്താക്കണം. 2.5 അടി 30 ഇഞ്ച് നമ്മൾ കൊടുത്താക്കണത് ഗ്യാപ്പ്. പിന്നെ കുറച്ച് വെയിലായിരുന്നു കാലത്ത് വന്നപ്പോൾ തന്നെ. അതാണ് ഞങ്ങൾ വേഗം പർലിങ് അടിച്ചൊക്കെ കഴിയാറായി. പർലിങ് അടിച്ചൊക്കെ തീരാറായി ഏകദേശം. പിന്നെ കുറച്ച് പെയിൻ്റ് അടിച്ചിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മേളിൽ കയറുന്ന കാരണം ഇങ്ങനെ കൊടുത്താൽ കാരണം നമ്മൾ കുത്ത് പോലും കൊടുത്തിട്ടില്ല. കുത്തൊന്നും കൊടുക്കാണ്ട് നമ്മൾ വെച്ചാണ് എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് അത് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ കൊടുത്താക്കണം കാരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡ്രസ്സിൻ്റെ അവിടെ എല്ലാം 8 ഷീറ്റ് വരുന്നുണ്ട്. 8 ഷീറ്റിനും കട്ടിങ് ഉണ്ട്. 8 ഷീറ്റും 8 ഡ്രസ്സും മുതൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പിലാണ്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇടണം. അല്ലെങ്കിൽ ഗ്യാപ്പ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ വെള്ളം ലീക്കാവും. ഇങ്ങനെ ഇടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മഴക്കൊന്നും നമ്മളവിടെ പഫ് ഇട്ടില്ലെങ്കിലും ലീക്കാവില്ല. അത്രയും ഇതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ടാക്കണത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് വർക്ക് കഴിയുമ്പോൾ മനസ്സിലാവും. അടിയിൽ നിന്നുള്ള വ്യൂവിൽ ഞാൻ കാണിച്ചു തരാം.
ഗ്യാപ്പ് അധികം ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് മഴയും പെയ്തായിരുന്നു. നമ്മളെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും മഴയായിരുന്നു. അപ്പോൾ വെള്ളം ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ടും അതിൽ കൂടി ലീക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്നേരം, എന്നിട്ടും ലീക്ക് ഉണ്ടായിരുന്നില്ല. പർലിങ് അടിച്ച് ലാസ്റ്റ് പർലിങ്ങാണ്, ഫ്രണ്ടിൽ ആ ഒരു പർലിങ്ങും കൂടി ഉള്ളൂ, അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. അപ്പോൾ താഴെയിലപ്പോൾ പെയിൻറ്റർമാർ നിൽക്കുന്നുണ്ട്. പെയിൻറ്റ് പണി നടന്നിട്ടിരിക്കുന്നതാണ്, പുതിയ വീടായതുകൊണ്ട്. അപ്പോൾ അവർ താഴെയിൽ പുട്ടിയും പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പർലിങ്ങൊക്കെ അടിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കണ്ടോ ഇങ്ങനെയാണ് വന്നാക്കണത്. പർലിങ് കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞ് ഇനി ഷീറ്റ് ഇടാനേ ഉള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ മഴ നിൽക്കുന്ന കാരണം ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അടിയിൽ നിന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ പെയിൻറ്റ് ടച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അപ്പോൾ നമ്മൾ 12 അടി ഷീറ്റാണ് എടുത്താക്കണം. 12 അടി 4 ഷീറ്റാണ് എടുത്താക്കണത്. അപ്പോൾ നമ്മളത് നേരെ 6 അടിക്ക് കട്ട് ചെയ്യുന്നതാണ് ഷീറ്റ്. അപ്പോൾ ശിഷ്യൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഷീറ്റൊക്കെ മാർക്ക് ചെയ്ത്. ഷീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഗ്ലാസ് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കട്ടിങ് ഈ പണിയിൽ ഏറ്റവും ഇടങ്ങേറുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് കട്ടിങ്ങിലാണ് കണ്ണിൽ കൂടുതൽ ഇത് വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ട് തുടങ്ങിയിട്ടാണ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷീറ്റ് ഇപ്പോൾ നമ്മളൊരു 4 ഷീറ്റോളം ഇട്ട്, ഇനി ഒരു 4 ഷീറ്റും കൂടി ഇടാനുള്ളൂ. ഏകദേശം വർക്ക് കഴിയാറായി. അപ്പോൾ ആ ഡ്രസ്സ് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാനാണ് വരച്ച് കറക്റ്റായിട്ട്. ആ ഡ്രസ്സിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഗ്യാപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. എന്നുവെച്ചാൽ അവിടെ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാലേ നല്ലോണം ലീക്ക് വരും. അല്ലെങ്കിൽ പിന്നെ ഈ വർക്ക് ചെയ്യണേ കൊണ്ടൊരു അവർക്കൊരു ഗുണമില്ലാണ്ടായി പോവും. അപ്പോൾ അടിയിൽ നിന്ന് കാണിച്ചു തരണം. നമ്മൾ കട്ട് ചെയ്ത് കയറ്റി കഴിയുമ്പോൾ അധികം ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അടിയിൽ നിന്നുള്ള വ്യൂവിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞപ്പോൾ. അപ്പോൾ വലിയതായിട്ടൊന്നും അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരണില്ല. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കണത്. വലിയ മഴയ്ക്ക് വെള്ളം വരുള്ളൂ. അപ്പോൾ അവിടെ പഫ് ഒഴിക്കണം. പഫ് ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ ആ ലീക്ക് ഉണ്ടാവില്ല. നമ്മൾ താഴെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പോസ്റ്റ് കൊടുക്കാണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. പോസ്റ്റൊന്നും ഇല്ല, ഒരു കുത്തുപോലും കൊടുത്തിട്ടില്ല ഷീറ്റ് അടിക്കാൻ കയറിയപ്പോൾ. വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കണ്ട ഗ്യാപ്പൊന്നും അധികം ഇല്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ അത്യാവശ്യം പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശിഷ്യനൊക്കെ പണി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് നേരം വെറുതെ ഇരിക്കാനാണ്. ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം റീൽസ് കാണാൻ പോകും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.